പുതിയ കേരളം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പ്രതിജ്ഞാബദ്ധമായ ജനസഞ്ചയത്തിൻ്റെ ആവേശകരമായ പിന്തുണ സ്വീകരിച്ചുകൊണ്ട് ഒരു മാസക്കാലമായി നമുക്കറിയാം പുതുകയാത്ര കേരളത്തിൻ്റെ വടക്കൻ ഭാഗം മുതൽ തെക്കേ അറ്റം വരെ സഞ്ചരിച്ച് ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ്. ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന അഭിവന്ദ്യനായ രാജ്യത്തിൻ്റെ ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങളുടെ ആശയം ആവേശവുമായ രാഹുൽജി, നമുക്കറിയാം നമ്മുടെ മലയാളികളുടെ കേരളീയരുടെ സുഖദുഃഖങ്ങളിൽ സജീവമായി പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ഈ ഒരു മാസക്കാലം വിവിധ ഘട്ടങ്ങളിലായി നമ്മോടൊപ്പമുണ്ട്. എറണാകുളത്ത് ചേർന്ന മഹാപഞ്ചായത്ത് രാജ് നമ്മൾക്ക് പഞ്ചായത്ത് ഇലക്ഷനിൽ ആവേശകരമായ വിജയം നൽകിയ ജനപ്രതിനിധികൾക്ക് നൽകിയ സ്നേഹസംഗമം, ആ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാഹുൽജി നമുക്ക് ആവേശം വിതറിയെങ്കിൽ കണ്ണൂരിൽ അധ്വാനിക്കുന്ന കൃഷിക്കാരുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടാണ്, അവരുടെ ദുരിതങ്ങൾ നെഞ്ചിലേറ്റിക്കൊണ്ടാണ് രാഹുൽജി കഴിഞ്ഞ ആഴ്ച പറന്നെത്തിയത് എങ്കിൽ വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ ആശ്വസിപ്പിക്കുന്ന പദ്ധതിയുമായിട്ടാണ് രാഹുൽജി വയനാട്ടിലെത്തിയത് എങ്കിൽ ഇന്നലെ കൊല്ലത്ത് മഹാത്മജിയുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും സന്ദർശനത്തിൻ്റെ 100ാം വാർഷികം ഉദ്ഘാടനം ചെയ്യുകയാണ് രാഹുൽജി ചെയ്തതെങ്കിൽ പിന്നീട് ഇടുക്കിയിൽ മരിയൻ കോളേജിലെ വിദ്യാർത്ഥിനികളുമായി സംവദിക്കുകയും തോട്ടം തൊഴിലാളികളുമായി അവരുടെ പ്രയാസങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും ചെയ്ത രാഹുൽജി ഇന്ന് ശിവഗിരി സന്ദർശിച്ച് അതുപോലെ തന്നെ ടെക്നോ പാർക്കിൽ IT വിദഗ്ധരുമായി ആശയവിനിമയം ചെയ്തുകൊണ്ടാണ് ഈ പുതുകയാത്രയുടെ സമാപന പരിപാടി ഇവിടെ എത്തിയിട്ടുള്ളത്. രാഹുൽജിയുടെ ആവേശകരമായ നേതൃത്വത്തിന്, സജീവമായ സാന്നിധ്യത്തിന്, പിന്തുണയ്ക്കും സ്നേഹത്തിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് പുതുകയാത്ര വൻ വിജയമാക്കിയ UDF പ്രവർത്തകന്മാർക്കും നേതാക്കന്മാർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഭാരത്.